ഹലോ എവ്രി വൺ, അവറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞങ്ങളിപ്പോൾ നാട്ടിൽ അവധിക്ക് വേണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് കേരളത്തിലെ വാട്ടർ മെട്രോയിലൊന്ന് കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുവൈറ്റിലുള്ളവർക്കും അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലുള്ളവർക്കൊക്കെ നല്ല ചൂടുള്ള ഒരു സമയത്ത് വാട്ടർ മെട്രോയിൽ കൂടെ ഒന്ന് കയറി അപ്പോൾ വെള്ളത്തിൽ കൂടെയുള്ള യാത്ര നമുക്ക് തീർച്ചയായിട്ടും എക്സൈറ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിലൊന്ന് കയറാൻ തീരുമാനിച്ചത്. നമ്മൾ ഇതിൽ കയറാൻ വേണ്ടി മാത്രം കൊച്ചിയിൽ വന്നതല്ല കേട്ടോ. നമ്മളുടെ 1-2 വീടുകളിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ട് പുറത്ത്, എങ്കിൽ പോലും നമുക്ക് അവിടെ ഓൺ ദി സ്പോട്ട് നമുക്ക് ടിക്കറ്റൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. 40 റുപ്പീസേ ഉള്ളൂ ഒരു പെർ പേഴ്സൺ. അപ്പോൾ വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ചാർജാണ്. നമുക്ക് നോക്കുമ്പോൾ അറിയാം ഒരുപാട് ആളുകൾ അതിൽ കയറാനായിട്ട്, ചിലർ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ്. നമുക്കറിയാം മെട്രോ റെയിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ ഒത്തിരി ദൂരെ നിന്നൊക്കെ ജസ്റ്റ് അതിൽ കയറാൻ വേണ്ടി അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ വാട്ടർ മെട്രോയിലും കയറാൻ വേണ്ടിയിട്ടാണ് ആളുകൾ വന്നേക്കുന്നത്. അപ്പോൾ വാട്ടർ മെട്രോ ദേ എത്തിയിരിക്കുന്നു. ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് പോവാണ്. അപ്പോൾ വാട്ടർ മെട്രോയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഇലക്ട്രിക് ബോട്ടാണ്. ശരിക്കും ഒരു 15 മിനിറ്റ്സും കൊണ്ട് ഇത് ചാർജ് ചെയ്യപ്പെടും എന്നാണ് അവകാശപ്പെടുന്നത്. ഏതായാലും ഞങ്ങൾ വൈപ്പിനിൽ നിന്നാണ് ഇപ്പോൾ ഈ വാട്ടർ മെട്രോയിലോട്ട് കയറുന്നത്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ അവർ നമ്മളുടെ വെയിറ്റും അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനെ അവർ കൗണ്ട് ചെയ്യുന്നുണ്ട്. 96 പാസഞ്ചേഴ്സിനെയാണ് അവർ അനുവദിക്കുകയുള്ളൂ. അതിനുശേഷം പിന്നെ അടുത്ത ബോട്ട് സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ വളരെ വിശാലമായിട്ടുള്ള എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് കാണാനുള്ളത്. ഒട്ടും ക്രൗഡൊന്നുമില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബോട്ട്. അതായത് നമ്മൾക്ക് ഡയറക്റ്റ് വെള്ളത്തിലേക്ക് ആക്സസ് ഒന്നും ഇല്ലെങ്കിൽ പോലും വളരെ എന്താ പറയുക, സൈഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് വെള്ളവും അതുപോലെ എല്ലാ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കാണുന്ന പോലെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാനായിട്ട് നമുക്ക് ഇവിടെ അവരത് കാണിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ ഇത്രയും ഒരു ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബോട്ട് ജേർണി ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ കറക്റ്റ് പാസഞ്ചേഴ്സിന് മാത്രം കയറ്റി വിടുന്നതുകൊണ്ട് ഓവർ ക്രൗഡഡോ അല്ലെങ്കിൽ ഓവർ എന്താ പറയുക, നമുക്ക് ഒത്തിരി ബോട്ട് മുങ്ങുമെന്നോ അങ്ങനെയൊക്കെ അറിയാമല്ലോ. നമുക്ക് നാട്ടിൽ ഒത്തിരി ബോട്ട് ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, അതിലൊക്കെ സേഫാണ്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡാണ് ശരിക്കും ഈ വാട്ടർ മെട്രോ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കാരണം അവരുടെ ഡിസൈനൊക്കെ ആ രീതിയിലാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ ശാന്തമായിട്ടുള്ള ഒരു യാത്രയാണിത് കേട്ടോ. ഞങ്ങളിപ്പോൾ പോകുന്നത് വൈപ്പിനിയിൽ നിന്നാണ്. വൈപ്പിനിയിൽ നിന്ന് പോയിട്ട് ഹൈക്കോടതി ജംഗ്ഷനിൽ എത്തിയതിന് ശേഷം വീണ്ടും തിരിച്ച് അവിടുന്ന് വൈപ്പിനിലേക്ക് തന്നെ വരും. അതാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 15-20 മിനിറ്റ് അത്രേ എടുത്തുള്ളൂ യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. നല്ല എന്താ പറയുക, കൊച്ചിയുടെ വേറൊരു ബ്യൂട്ടി, വേറൊരു ആംഗിളിൽ നിന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് ശരിക്കും എന്താ പറയുക, ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് പെട്ടെന്ന് തന്നെ നടിച്ചെന്ന് ഉടൻ തന്നെ ഞങ്ങൾക്ക് വാട്ടർ മെട്രോയിൽ പോകാൻ പറ്റി. ശരിക്കും വാട്ടർ മെട്രോ തുടങ്ങിയിട്ട് ഒരുപാട് നാളൊന്നും ആയില്ല. ഏപ്രിൽ 26, 2023 നരേന്ദ്രമോദി ഇത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇനാഗുറേറ്റ് ചെയ്ത്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ ആണ് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും കേരളത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ പുറത്തുനിന്നൊക്കെ വരുമ്പോൾ ക്ലീൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു യാത്ര തീർച്ചയായിട്ടും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. നമ്മൾ ശരിക്കും നമ്മുടെ മെട്രോ റെയിൽ യാത്ര ചെയ്യുന്ന പോലെ ആ ഒരു ആംബിയൻസാണ് ഇതിൻ്റെ അകത്തും. അപ്പോൾ മോനൊക്കെ ഇരുന്ന് നന്നായിട്ട് വെളിയിലോട്ട് നോക്കി നല്ല കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഏകദേശം ഞങ്ങൾ ആ ഹൈക്കോടതിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് തിരിച്ച് നമ്മൾ പോകണം. അതാണ് നമ്മളുടെ ആ ഒരു പ്ലാൻ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും വെള്ളത്തിലുള്ള എക്സ്പീരിയൻസൊക്കെ നമ്മളെപ്പോഴും എന്താ പറയുക, ഫാസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വെള്ളത്തിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ശരിക്കും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് 1/3 ഭാഗം കര, ബാക്കി മുഴുവനും വെള്ളമായിട്ടാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അതിൻ്റെ ഡെപ്തും അല്ലെങ്കിൽ അതിൻ്റെ പല കാര്യങ്ങളും നമുക്ക് ഇപ്പോഴും നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കും ദൈവം എത്ര മനോഹരമായിട്ടാണ് ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നോക്കുമ്പോൾ തന്നെ പ്രകൃതി എന്ത് ഭംഗിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോകുന്നത് ഇപ്പം ബോൾഗാട്ടി പാലസിൻ്റെ ഒരു സൈഡിൽ കൂടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഹണിമൂൺ ഹട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവിടെ ഒരുപാട് ഇതൊക്കെയുണ്ട്. എനിവേ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഇങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ശരിക്കും ഞാൻ ആലോചിച്ച് പോയത്. കാരണം ഇത്ര മനോഹരമായിട്ട് പ്രകൃതിയെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നു. അത് എൻജോയ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു മനസ്സ് നമ്മളുടെ ഹൃദയങ്ങളിൽ ദൈവം തന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതുണ്ടാക്കിയ ഒരു സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ആ ഒരു സൃഷ്ടാവിന് നമ്മൾ നമിച്ചേ പറ്റൂ അല്ലേ. അപ്പോൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ
ആകാശത്ത് കാർമേഘമുണ്ട്. മഴ എപ്പോൾ പെയ്യില്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേങ്കിൽ ഇത്രയും നല്ലൊരു ആംബിയൻസ് ഗൾഫിലൊന്നും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ഒത്തിരി മിസ് ചെയ്യുന്ന ഒരു കാര്യം ഗൾഫിൽ പല നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ചില ഇതുപോലത്തെ ചില എക്സ്പീരിയൻസൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ഏകദേശം തീരാറായിട്ടുണ്ട്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ എത്താൻ പോവുകയാണ്. ഫുൾ ജേർണി ഒന്നും ഞാൻ കാണിച്ചില്ല, പക്ഷേ എങ്കിൽ പോലും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഏകദേശം ഒരു 20 മിനിറ്റ്സ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ആ യാത്ര. അപ്പോൾ നല്ല ഓർമ്മകളായിട്ട് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി നമ്മൾ കയറില്ലെന്ന് അറിയത്തില്ല. പക്ഷേ ഇതുവരെ കയറാത്ത ആളുകൾക്ക് ഒന്ന് കയറി അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ കേരളത്തിൽ ഇതുപോലെ വീണ്ടും നല്ല പുതിയ ആശയങ്ങൾ കൊണ്ടുവരട്ടെ. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇതൊക്കെ എന്തുമാത്രം എക്സൈറ്റിംഗ് ആണെന്ന് അറിയില്ല. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും കൊടും ചൂടൊക്കെ അനുഭവിക്കുന്ന നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇതൊക്കെ വലിയൊരു റിഫ്രഷിങ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. And please keep watching my videos. God bless you all.